ശ്വാസങ്ങൾ നേരിടും നേരത്തും എൻ ചാരവേഗം കാണുന്നുണ്ടൻ സ്നേഹസഖിയായി ഈ ലോകസഖി. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി. ആദ്യം തന്റെ കരുണയും മനോഗുണവും രണ്ട് ലോകങ്ങളിലും സദാ ഇപ്പോഴും വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ. പ്രഭാത വചനത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. രക്ഷാകരമായ ശ്ലീബാ പെരുന്നാളിന് ശേഷം വരുന്ന 5ാമത്തെ ഞായറാഴ്ചയിലേക്ക് പരിശുദ്ധ സഭ പ്രവേശിക്കുകയാണ്. ഒരു പക്ഷേ സഭയുടെ ക്രമീകരണം അനുസരിച്ച് ആരാധനാ വർഷത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നാം കടന്നു വരികയാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് നമ്മുടെ ചിന്തയ്ക്കും പഠനത്തിനും ധ്യാനത്തിനുമായി സഭയുടെ പിതാക്കന്മാർ ക്രമീകരിച്ച് ചിട്ടപ്പെടുത്തി തരുന്ന വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ രക്ഷാകരമായ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 12 തിരുവചന ഭാഗമാണ്. ഒരർത്ഥത്തിൽ വിശ്വാസ ജീവിതത്തിൽ നേതൃസ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടവർക്കും ദൈവവേല ചെയ്യുന്നവർക്കും ശുശ്രൂഷ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കുമൊക്കെ ഗൗരവമായ ഒരു ആത്മപരിശോധനയ്ക്ക് സഹായിക്കുന്ന വേദ ചിന്തകളാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗത്ത് നാം കണ്ടെത്തുന്നത്. സഭാ സേവകർ ഒരിക്കലെങ്കിലും ഈ വേദഭാഗം മറക്കാതെ ഹൃദയത്തിന്റെ കണ്ണുകൊണ്ട് വായിച്ച് ഗ്രഹിച്ച് ധ്യാനിക്കേണ്ടതാണ്. അത്രമാത്രം പ്രസക്തവും പ്രാധാന്യവും ഈ വേദഭാഗത്തിനുണ്ട്. വേദഭാഗത്ത് പരീശന്മാരുടെ ശാസ്ത്രിമാരുടെ ജീവിതത്തിലെ കുറ്റങ്ങളെയും കുറവുകളെയും ചൂണ്ടിക്കാണിക്കുക മാത്രമല്ല, അവരുടെ പ്രവൃത്തികളിലെ തിന്മയെ വെളിപ്പെടുത്തുകയാണ് കർത്താവായ യേശുക്രിസ്തു ചെയ്യുന്നത്. സമർപ്പിതർക്ക് വിശ്വാസികൾ നൽകേണ്ട ആദരവിനെ കുറിച്ചും ഈ വേദഭാഗം ഉച്ചത്തിൽ ചിന്തിക്കുന്നുണ്ട്. വിശുദ്ധ മർക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 38 മുതൽ 40 വരെയുള്ള വചനഭാഗത്തും വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിന്റെ 37 മുതലുള്ള ഭാഗത്തും ഇതിന് സമാനമായ പരാമർശങ്ങൾ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ സമരസപ്പെട്ടു പോകാത്ത ജീവിത ശൈലിയെ തെറ്റെന്ന് ധൈര്യപൂർവ്വം വിളിക്കുന്ന ദൈവപുത്രനായ യേശുക്രിസ്തുവിനെ ഈ വേദഭാഗത്ത് നാം കാണുകയാണ്. വാക്കും പ്രവൃത്തിയും സമരസപ്പെടാത്ത ജീവിത ശൈലി കേവലം ഒരു കാപട്യമാണെന്ന് തുറന്ന് പറയുകയാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവം നൽകിയിരിക്കുന്ന അധികാരവും അവകാശവും വിവേകപൂർവം ഉപയോഗിക്കുവാൻ മറക്കുന്ന സഭാ നേതൃത്വത്തിനും വിശ്വാസികൾക്കുമുള്ള താക്കീത് കൂടിയാണ് ഇന്നത്തെ വേദചിന്ത. വേദഭാഗം ആരംഭിക്കുന്നത് തന്നെ പരീശന്മാരോടും ശാസ്ത്രിമാരോടുമല്ല കർത്താവായ യേശുക്രിസ്തു സംസാരിക്കുന്നത്, മറിച്ച് തന്റെ മുമ്പിൽ നിൽക്കുന്ന ജനക്കൂട്ടത്തോടും തന്റെ ശിഷ്യന്മാരോടുമാണ് കർത്താവ് തിരുവായി മൊഴിയുന്നത്. കർത്താവിന്റെ പരാമർശ വിഷയങ്ങളൊക്കെ നേരിട്ട് ബന്ധപ്പെടുന്നത് പരീശന്മാരുടെയും ശാസ്ത്രിമാരുടെയും പച്ചയായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിലും കർത്താവ് ഈ കാര്യങ്ങളൊക്കെയും പറയുന്നത് തന്റെ ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടുമാണ്. ഇന്നത്തെ ചിന്താഭാഗത്തെ നമുക്ക് 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് തിരിക്കാം. ഒന്നാമത്തെ ഭാഗത്ത് ഒരു വ്യക്തി, ഒരു വിശ്വാസി വിവേകപൂർവം ഉത്തരവാദിത്വത്തോടെ തന്റെ വിശ്വാസം എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണങ്ങളാണ്, വ്യാഖ്യാനമാണ് നമുക്ക് നൽകുന്നത്.
23-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ 7 തിരുവചന ഭാഗമാണ് ഈ കാര്യങ്ങളെ വ്യക്തമാക്കി തരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിന്റെ വാക്കും നിന്റെ പ്രവൃത്തിയും ഒരുമിച്ച് പോകുന്ന ഒരു വിശ്വാസ ജീവിത മാതൃക നിന്റെ ജീവിതത്തിൽ നീ ചിട്ടപ്പെടുത്തി എടുക്കുക എന്നുള്ളത് തന്നെയാണ്. മറ്റുള്ളവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതവും നമ്മളുടെ പ്രവൃത്തികളും എപ്രകാരമാണ് നമ്മുടെ സാക്ഷ്യത്തെ അനുകൂലമായോ പ്രതികൂലമായോ സ്വാധീനിക്കുന്നതെന്ന് തിരിച്ചറിയുക എന്ന ഉത്ബോധനമാണ് ഈ വേദഭാഗം നമ്മുടെ മുന്നിൽ തുറന്നു കാട്ടുന്നത്. 2 തരത്തിലാണ് പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് പ്രവർത്തിക്കുന്നതെന്നാണ് സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒന്നാമതായി, തങ്ങൾക്ക് ദൈവദത്തമായി ലഭിച്ച അധികാരങ്ങളെയും സ്ഥാനമാനങ്ങളെയും അവർ അപഹസിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചിന്ത. ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ, നിയോഗം ലഭിച്ചവർ, ശുശ്രൂഷയ്ക്കായി വിളിച്ച് വേർതിരിക്കപ്പെട്ടവർ, അത് പരീശരായിക്കൊള്ളട്ടെ, ശാസ്ത്രിമാരായിക്കൊള്ളട്ടെ, സാധാരണക്കാരായിക്കൊള്ളട്ടെ, സഭാ നേതൃത്വമായിക്കൊള്ളട്ടെ, മേൽപ്പട്ടക്കാരായിക്കൊള്ളട്ടെ, പുരോഹിതരായിക്കൊള്ളട്ടെ, സന്യസ്തരായിക്കൊള്ളട്ടെ, സമർപ്പിതരായിക്കൊള്ളട്ടെ, പുരുഷന്മാരായിക്കൊള്ളട്ടെ, വനിതകളായിക്കൊള്ളട്ടെ, ആരുമായിക്കൊള്ളട്ടെ, തങ്ങളിലൂടെ വരും തലമുറകൾക്ക് കൈമാറ്റം ചെയ്യപ്പെടണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന വിശ്വാസ സത്യങ്ങളെയും മൂല്യബോധത്തെയും മറ്റുള്ളവരിലേക്ക് കൈമാറി കൊടുക്കുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് യഥാർത്ഥത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നിയോഗം. എന്നാൽ മറ്റുള്ളവർ നൽകുന്ന സ്ഥാനമാനങ്ങളിലും പ്രശംസയിലും ആഘോഷപരമായ വരവേൽപ്പുകളിലുമൊക്കെ നമ്മുടെ മനസ്സും ചിന്തകളും അഭിരമിച്ചു പോവുകയും ആർപ്പുവിളികളിലും ആഘോഷ തിമിർപ്പിലും ക്രിസ്തീയ സാക്ഷ്യം മറന്നു പോവുകയും ചെയ്യുന്ന സഭാ നേതൃത്വത്തെ ഒരർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിർത്തുകയാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം. വരും തലമുറകൾക്ക് കൈമാറി കൊടുക്കാൻ ദൈവം നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ സത്യങ്ങളെയും ജീവിത പ്രമാണങ്ങളെയും ഹൃദയം കൊണ്ട് സ്വീകരിച്ച് ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകി മാതൃക കാട്ടുവാനായിട്ടാണ് എന്നെയും നിങ്ങളെയും സർവശക്തനായ ദൈവം ഈ സമർപ്പിത വേലയ്ക്കായിട്ട് വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. എന്നാൽ പലപ്പോഴും ആഘോഷാരവങ്ങളിലും മറ്റുള്ളവരുടെ ഓശാന പാട്ടുകളിലുമൊക്കെ നമ്മുടെ വിശ്വാസ ജീവിതം മങ്ങിപ്പോയി ഏൽപ്പിക്കപ്പെട്ട നിയോഗങ്ങളിൽ നിന്ന് ഏറെ കാലം പിന്നോട്ടു പോയി ഭൗതികതയിൽ മാത്രം അഭിരമിക്കുന്നവരായി നമ്മൾ മാറിപ്പോകുന്നു എന്ന വളരെ ആപൽക്കരമായ ഒരു ഘട്ടത്തെ ഇന്നത്തെ വചനഭാഗം ചൂണ്ടിക്കാട്ടുകയാണ്. കൃത്യവും സൂക്ഷ്മവും ഗൗരവമായ ഒരു സ്വയാവബോധത്തിലേക്ക് സമർപ്പിതർ കടന്നു വരേണ്ടതായിട്ടുണ്ടെന്ന് ദൈവത്തിന്റെ വചനം സത്യമായി നമ്മളോട് ഉത്ബോധിപ്പിക്കുകയാണ്. നാം നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കാനും ഗ്രഹിക്കാനും ഹൃദയം കൊണ്ട് സ്വീകരിക്കാനും തയ്യാറാകാത്ത ആശയങ്ങളെ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാൻ നിർബന്ധിക്കരുതെന്ന് വചനം നമ്മോട് പറയുന്നു. അത് വ്യക്തിപരമായ ജീവിതത്തിലാണെങ്കിലും ദാമ്പത്യ ബന്ധത്തിലാണെങ്കിലും കുടുംബ ജീവിതത്തിലാണെങ്കിലും സഭാജീവിതത്തിലും ഇടവക ജീവിതത്തിലും ആധ്യാത്മിക മേഖലയിലുമാണെങ്കിലും നിങ്ങളുടെ സംഘടന പ്രവർത്തനത്തിലാണെങ്കിലും ഏറെ ഗൗരവമായി കാണേണ്ടതാണെന്ന് വചനം നമ്മോട് തുറന്ന് സംസാരിക്കുകയാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, പരീശന്മാർ തെറ്റ് ചെയ്യുന്നത് തങ്ങളുടെ ജീവിത ശൈലിയിലൂടെയാണ് ദൈവ വചനത്തെ അപഹസിക്കുന്നത്. മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് പ്രാർത്ഥനാ സമയത്ത് നെറ്റിയിലും കൈകളിലും ദൈവത്തിന്റെ വചനം ധരിച്ചു കൊള്ളണമെന്ന് പ്രമാണപ്രകാരമുള്ള ചട്ടമാണത്.
അതിനെ ഒരിക്കലും കർത്താവായ യേശുക്രിസ്തു കുറ്റപ്പെടുത്തുന്നതായിട്ട് നാം കാണുന്നില്ല. എന്നാൽ നിന്റെ നെറ്റിയിലും നിന്റെ കരങ്ങളിലും നിന്റെ വസ്ത്രങ്ങളിലും മാത്രമല്ല ദൈവത്തിന്റെ വചനം തൂങ്ങിക്കിടക്കേണ്ടത്. ആത്യന്തികമായി നിന്റെ ഹൃദയത്തിന്റെ പലകമേൽ ദൈവത്തിന്റെ വചനം കോറിയിടപ്പെടണം. നിന്റെ ഹൃദയത്തിന്റെ അഗാധങ്ങളിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത മൂർച്ചയേറിയ വചനം ക്രിയ ചെയ്യപ്പെടണം. അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയായി മാറുക എന്ന് വചനം നമ്മോട് പറയുന്നു. പരീശന്മാരും ശാസ്ത്രിമാരും ദൈവത്തിന്റെ വചനം തങ്ങളുടെ നെറ്റികളിലും തങ്ങളുടെ കയ്യിലും വസ്ത്രങ്ങളിലും ചേർത്ത് വെച്ചിരുന്നത് അവരുടെ ഭക്തിയെയും വചനത്തോടുള്ള ആദരവിനെയും സാക്ഷ്യത്തെയും കാണിക്കാനായിരുന്നെങ്കിലും യഥാർത്ഥത്തിൽ ഈ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തെ സ്വാധീനിച്ചിരുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോഴാണ് അതൊരു കാപട്യമായിരുന്നു എന്ന് കർത്താവ് പറയുന്ന കാര്യം യാഥാർത്ഥ്യമായി നമുക്ക് തോന്നുക. പരീശന്മാരും ശാസ്ത്രിമാരും തങ്ങളുടെ ദൈവദത്തമായ സ്ഥാനമാനങ്ങളിലൂടെ മറ്റുള്ളവരുടെ മുമ്പിൽ മുഖ്യ സ്ഥാനങ്ങൾ ആഗ്രഹിച്ചു എന്നുള്ളത് ദൈവവചനത്തിന് നിരക്കാത്ത കാര്യമായിട്ടാണ് വചനഭാഗം ചൂണ്ടിക്കാണിക്കുന്നത്. ദൈവത്തിന്റെ വചനം നെറ്റിയിലും കയ്യിലും വസ്ത്രങ്ങളിലും വസ്ത്രത്തിന്റെ തൊങ്ങലുകളിലും ധരിക്കുകയും അതേസമയം വിരുന്നുകളിൽ മുഖ്യസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും അങ്ങാടിയിൽ വന്ദനവും മറ്റുള്ളവരാൽ റബി എന്ന് വിളിക്കപ്പെടുവാനും അവർ ആഗ്രഹിക്കുന്നത് ദൈവവചനത്തോടുള്ള അനാദരവാണെന്നാണ് കർത്താവായ യേശുക്രിസ്തു വ്യക്തമാക്കി തരുന്നത്. സമകാലീന ആധ്യാത്മിക ഗോളത്തിൽ ഇതിന് സമാനമായ എത്രയോ കാര്യങ്ങളെയാണ് നമുക്ക് ചേർത്ത് വെക്കാൻ സാധിക്കുക. ദൈവദത്തമായ സ്ഥാനമാനങ്ങളും അധികാരങ്ങളും ഇന്ന് കേവല ഭൗതികതയുടെ കൂത്തരങ്ങായി മാറുന്ന കാഴ്ചകൾ നമ്മെ നൊമ്പരപ്പെടുത്തുന്നുണ്ട്. വചനത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും വചനത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആ ജീവിത ശൈലിയെയാണ് ദൈവത്തിന്റെ വചനം കുറ്റപ്പെടുത്തുന്നതെന്ന് നാം തിരിച്ചറിയണം. ദൈവത്തിന്റെ വചനം രേഖപ്പെടുത്തേണ്ടത് മറ്റുള്ളവർ കാണുവാൻ നെറ്റിയിലും കരങ്ങളിലും വസ്ത്രങ്ങളിലും അധികാര ചിഹ്നങ്ങളിലും മാത്രമായി തീരരുത്, മറിച്ച് നിന്റെ യഥാർത്ഥമായ ഹൃദയത്തിന്റെ വിചാരങ്ങളിൽ നിന്റെ വിശുദ്ധിയുടെ ഹൃദയ പലകമേലായിരിക്കണമെന്ന് ദൈവത്തിന്റെ വചനം ഇന്ന് ഒരിക്കൽ കൂടി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവവചനത്തെ തുച്ഛീകരിക്കുന്നവർ പഴയകാലത്തെ പരീശന്മാർക്കും ശാസ്ത്രിമാർക്കും സമന്മാരാണെന്ന് ദൈവത്തിന്റെ വചനം പരിഹാസരൂപേണ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കേവലം ബാഹ്യ പ്രകടനങ്ങളിലുള്ള സുവിശേഷ സാക്ഷ്യത്തെക്കാൾ സത്യസന്ധവും ആധികാരികവുമായ ജീവിത സാക്ഷ്യങ്ങളിലൂടെ ദൈവവചനം മറ്റുള്ളവരിലേക്ക് പകരപ്പെടണമെന്ന് സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുന്നു. അതാണ് ദൈവത്തിന്റെ പരമമായ ഹിതം എന്ന് പറയുന്നത്. അതിനെ നമ്മുടെ ഹൃദയങ്ങളിൽ ഏറ്റെടുക്കാൻ സാധിക്കുമ്പോഴാണ് പഴയ പരീശ ശാസ്ത്രി മനസാക്ഷിക്ക് ഒരു പ്രതിസംസ്കാരം നമ്മളിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് സുവിശേഷം കോറിയിടുകയാണ്. മറ്റുള്ളവരെ ദൈവത്തിങ്കിലേക്കും ഒരു വിശ്വാസ സാക്ഷ്യ ജീവിതത്തിലേക്കും ആനയിക്കുവാൻ പര്യാപ്തമായി തീരുമ്പോഴാണ് നമ്മളുടെ നേതൃത്വവും നമ്മുടെ ആധ്യാത്മിക ബോധവും ധന്യമായി തീരുക എന്ന് നാം മനസ്സിലാക്കണം. കർത്താവായ യേശുക്രിസ്തു പരീശന്മാരെ ശാസ്ത്രിമാരെ മുന്നിൽ നിർത്തി തന്റെ ശിഷ്യന്മാരോടും ജനക്കൂട്ടത്തോടും ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കാനും അവരുടെ കുറ്റങ്ങളെ പർവ്വതീകരിക്കാനും വ്യക്തിഹത്യ നടത്തുവാനും ഒരു സംസ്കാരത്തിന് മുമ്പിൽ കരിവാരി തേക്കുവാനുമായിട്ടല്ല ആഗ്രഹിക്കുന്നത്, മറിച്ച് യഥാർത്ഥമായ ഒരു വിശ്വാസ ജീവിതം പരിപോഷിക്കപ്പെടുവാൻ ജീവിതങ്ങളിൽ ഉണ്ടാകേണ്ട ചില തിരുത്തലുകളെ കുറിച്ചാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഉത്ബോധനത്തിലൂടെ പ്രദാനം ചെയ്യുന്നത്. അങ്ങനെ നമ്മിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടുന്ന സ്ഫുടം ചെയ്യപ്പെട്ട
സുവിശേഷത്തിന്റെ മൂല്യങ്ങൾ പുതിയൊരു തലമുറയ്ക്ക്, പുതിയൊരു വിശ്വാസ സമൂഹത്തിന് വളർച്ച പടവുകളായി തീരണമെന്ന് സുവിശേഷം ആഗ്രഹിക്കുന്നു. പരീശന്മാരെ, ശാസ്ത്രിമാരെയും കുറിച്ച് അവരുടെ പൊള്ളയായ ജീവിതത്തെ തുറന്നു കാട്ടിയിട്ട് കർത്താവ് ജനക്കൂട്ടത്തോട്, ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളോ അങ്ങനെ ആകരുത്, നിങ്ങൾ അവരെ പോലെ ആകരുത്, മറിച്ച് വിശ്വാസ ജീവിതത്തിലും സാക്ഷ്യ ജീവിതത്തിലും നല്ല മാതൃകകളായി സുവിശേഷത്തിന്റെ സവിശേഷ സ്വഭാവങ്ങളോടുകൂടെ ജീവിക്കുന്ന ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കണമെന്നാണ്. മറ്റുള്ളവരുടെ മേൽ അധികാരം പ്രയോഗിക്കാൻ വ്യഗ്രതപ്പെടുന്നവരായി നമ്മൾ മാറരുത്. മറ്റുള്ളവരിൽ നിന്ന് പിതാവേ എന്ന് വിളിച്ചു കേൾക്കുവാൻ, ഗുരു എന്ന് വിളിച്ചു കേൾക്കുവാൻ, റബ്ബി എന്ന് കേൾക്കുവാൻ ആഗ്രഹിക്കാതെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നവനായി, മറ്റുള്ളവർക്ക് വിധേയപ്പെടുന്നവനായി, മറ്റുള്ളവരോട് ചേർന്ന് ജീവിക്കുന്ന ഒരു നല്ല വ്യക്തിത്വമായി തീരണമെന്നാണ് സുവിശേഷത്തിന്റെ ആത്മാവ് ഇന്ന് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഈ ആഹ്വാനം ഏറ്റെടുക്കാൻ, ഹൃദയത്തിന്റെ ഉള്ളില് ഈ വെല്ലുവിളി സ്വീകരിക്കുവാൻ എനിക്ക് നിങ്ങൾക്കും സന്മനസ്സും സ്വാതന്ത്ര്യവും സന്നദ്ധതയും ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തീയ ജീവിതം ധന്യമായി തീരുക. കർത്താവ് തുറന്നു കാണിച്ച ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ നമുക്കും ഒരു തിരുത്തൽ ശക്തിയായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കർത്തൃദിനവും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.